മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നെവീൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്, നെവീനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്താൽ പിന്നെ ആ വ്യക്തിയോട് നെവീനൊരു ദേഷ്യമായിരിക്കും. പിന്നീട് ആ വ്യക്തിയോട് പക വീട്ടാനുള്ള ഒരവസരവും നെവീൻ കളയുകയുമില്ല. അവസരം എങ്ങനെയെങ്കിലും കണ്ടെത്തുകയും ചെയ്യും. നോമിനേഷനായിട്ട് കാണാനുള്ള ഒരു കഴിവ് നെവീനില്ല. ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അനുമോൾ, ആര്യൻ, സാബുമാൻ ഇവർക്ക് 3 പേർക്കും ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. അതിൽ അനുമോളും സാബുമാനും നോമിനേറ്റ് ചെയ്തത് നെവീനെയാണ്. ആ ഒരു ദേഷ്യമാണ് നെവീൻ ഇപ്പോൾ സാബുമാനോടും അനുമോളോടും തീർക്കുന്നത്. സാബുമാനോടാണ് ആദ്യം ദേഷ്യപ്പെട്ട് തുടങ്ങുന്നത്. നീ ഇവിടെ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? എന്ത് കോൺട്രിബ്യൂഷനാണ് ഇത്രയും നാളായിട്ട് നീ ഇവിടെ കൊടുത്തിട്ടുള്ളത്? ആ ഒനീൽ ചേട്ടൻ പോകുന്നതിന് പകരം നീയായിരുന്നു പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് സാബുമാനോട് നെവീൻ ദേഷ്യപ്പെടുന്നുണ്ട്. സാബുമാൻ അപ്പോൾ പറയുന്നുണ്ട്, നീ വായ്ത്താളം അടിച്ചോടാ, നീ പറഞ്ഞു, എനിക്കതൊന്നും ഒരു കുഴപ്പവുമില്ല, ഇത് എൻ്റെ ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് സാബുമാനും തിരിച്ച് നെവീനോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സാബുമാൻ ഇത്രയും സംസാരിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നെവീൻ ഉടനെ സാബുമാനോട് പറയുന്നത്, നീ വെറും ലുഡോ ഗെയിമിൽ വട്ടം കറങ്ങുന്ന ലുഡോ കണ്ണിയാണ്, അനുമോളുടെ ലുഡോ ഗെയിമിലെ ലുഡോ കണ്ണിയാണെന്ന് പറയുന്നു. ഉടനെ അക്ബറിൻ്റെ മരപ്പാവയാണ് നീയെന്ന് സാബുമാനും പറയുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നെവീൻ പോയി ലുഡോ ഗെയിം കളിക്കാൻ വേണ്ടി നെവീൻ വരച്ചു വെച്ച ആ ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരുന്നു. ദേ, ഇതിനകത്തെ ഈ കണ്ണിയാണ് നീ, വെറും കണ്ണിയാണ് നീ എന്നൊക്കെ പറഞ്ഞ് സാവുമാനോട് ദേഷ്യപ്പെടുന്നു. അതിനുശേഷം ആ പേപ്പർ കീറിക്കളയുകയാണ്. നീയൊന്നും അങ്ങനെ കളിക്കണ്ട, നീയൊക്കെ കളിക്കുന്നത് എനിക്കൊന്നും കാണണമെന്ന് പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ പേപ്പർ കീറുന്നു. അതിനുശേഷം ആ പേപ്പർ എടുത്ത് അനുമോളുടെ തലയിൽ കൂടെ ഇടുന്നു. കാരണം മെയിനായിട്ടും ലുഡോ അവിടെ കളിക്കുന്നത് അനുമോൾ, സാബുമാൻ, ആദില, നൂറ അവരൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് കളിക്കുന്നത് കാണണമെന്ന് പറഞ്ഞ് അത് മൊത്തവും കീറിക്കളയുന്നു. ഉടനെ അനുമോൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഇതാണ് നിന്റെ സ്വഭാവം, മറ്റുള്ളവർ രക്ഷപ്പെടുന്നതോ ജയിക്കുന്നതോ നിനക്കിഷ്ടമല്ല, അത് നിനക്കിഷ്ടമല്ല, അതാണ് നിന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് അനുമോളും ദേഷ്യപ്പെടുന്നു. ഉടനെ നെവീൻ പറയുന്നുണ്ട്, എനിക്കിഷ്ടമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ പോയി നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നെവീൻ അനുമോളോടും ദേഷ്യപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ നെവീൻ ഓവർ റിയാക്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. നോമിനേഷനായിട്ട് കാണാം, പലരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയും നോമിനേഷൻ്റെ പേരിൽ തന്നെയാണ് നൂറയോടും അനുമോളോടും നെവീൻ ദേഷ്യപ്പെട്ടത്. അന്ന് ഗ്രൂപ്പിസം കാണിച്ച് നെവീനെ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ സാബുമാൻ നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല, പ്രതികരിക്കേണ്ട സമയത്ത് വ്യക്തമായി കൃത്യമായും സാബുമാൻ പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.